അള്ളാഹു നൽകിയ ഏതനുഗ്രഹങ്ങൾക്കും ശത്രുക്കൾ ഉണ്ടാകും. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ഇന്ന ലിനഅമില്ലാഹി അഅദാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഖീല, സ്വഹാബത്തിൽ ആരോ ചോദിച്ചു, വമൻ ഉലൈക, അള്ളാഹുവിന്റെ പ്രവാചകരെ ആരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുവായി വരുന്നത്? ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലദീന യഹ്സുദൂനൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ജനങ്ങളോട് അസൂയ വയ്ക്കുന്നവരാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ശത്രുക്കളെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ നാം ഇങ്ങനെ വിളിച്ചു പറയാതെ, അത് സ്വന്തം സഹോദരനോടാണെങ്കിലും സ്വന്തം കൂട്ടുകാരോടാണെങ്കിലും തന്റെ ഭാര്യയോടാണെങ്കിൽ തന്നെയും പലപ്പോഴും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പലതും മറച്ചു വെക്കലാണ് നല്ലത്. അള്ളാഹു നൽകിയ സമ്പത്ത്, അള്ളാഹു നൽകിയ നല്ല ജോലി, അതിന്റെ വരുമാനങ്ങൾ എല്ലാം ഇങ്ങനെ വെട്ടിത്തുറന്ന് വിളിച്ചു പറയുന്ന സ്വഭാവം പലപ്പോഴും നമുക്ക് അപകടത്തിലേക്കാണ് നമ്മെ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് നാം വളരെ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്കുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂവിപ്പാടി നടക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്തഈനു അലാ ഖദാഇൽ ഹവായിജി ബിൽ കത്മാൻ, കാര്യങ്ങൾ നടപ്പിലാക്കാൻ, അത് രഹസ്യമായി തന്നെ ആകാൻ അള്ളാഹുവിനോട് സഹായം തേടൂ. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ വാഹനങ്ങൾ, നിങ്ങളുടെ വരുമാനങ്ങൾ, അതിനൊരു രഹസ്യ സ്വഭാവമുണ്ടാകാൻ നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടണമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. ഫഇന്ന കുല്ല ദീ നിഅമത്തിൻ മഹ്സൂദ്, കാരണം എല്ലാ അനുഗ്രഹങ്ങൾക്കും അസൂയപ്പെടുന്നവരുണ്ടാകും. എല്ലാ അനുഗ്രഹങ്ങൾക്കും അസൂയപ്പെടുന്നവരുണ്ടാകും. അതുകൊണ്ട് അനുഗ്രഹമുണ്ടാകുമ്പോൾ പലപ്പോഴും അതിനൊരു മറയുടെ സ്വഭാവം നമ്മിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. വിളിച്ചു പറയുന്ന ചെറിയൊരു അനുഗ്രഹം വരുമ്പോഴേക്ക് ഞാനെന്തോ വലിയ സംഭവമാണെന്നറിയാൻ വേണ്ടി വിളിച്ചു പറയുന്നവരുണ്ട്. അവർക്ക് പരിണിത ഫലം വലുതാണ്. അവർ ചെന്ന് വീഴുന്ന കുഴികൾ വലുതായിരിക്കും. പലപ്പോഴും നമ്മുടെ ബിസിനസ്സുകൾ അത് തകർന്നു, ഒരു കാരണവുമില്ല. ആരോ സിഹർ ചെയ്തെന്നവരും സിഹർ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഉള്ളിൽ അസൂയ വെച്ച് നടക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് ഒരു പക്ഷേ നാം അത് പറയുന്നതിന്റെ കാരണം കൊണ്ട് അവന്റെ അസൂയ അത് കണ്ണേറായി ഭവിച്ചു. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ ശക്തമായ രൂപത്തിൽ സൂറത്തുൽ ഫലക്കിന്റെ അവസാനത്തിൽ അല്ലാഹു തആല പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാതാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അല്ലാഹു കുറേ വിഷയങ്ങളിൽ കാവൽ തേടാൻ വേണ്ടി ഈ സമുദായത്തെ പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞിട്ട് അവസാനമായി കാവൽ തേടാൻ അല്ലാഹു കൽപ്പിച്ച കാര്യം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിന്റെ അസൂയയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിച്ചു തരുകയാണ്. നാം ആലോചിക്കുക, അല്ലാഹുവിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും അസൂയ. യൂസുഫ് നബിയുടെ ചരിത്രം നാം കഴിഞ്ഞ ദിവസം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകരോട് പോലും അസൂയ. ആർക്ക്? മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മക്കയിലുള്ള ജൂതർക്ക്. ജൂതരുടെ വിഷയത്തിൽ തന്നെ അള്ളാഹു ഇറക്കിയ ആയത്തിന്റെ ഒരു ഭാഗമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അം യഹ്സുദൂനൻ നാസ അലാ മാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി
അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽ ജനങ്ങളോടവർ അസൂയ വയ്ക്കുകയാണോ? പരിശുദ്ധമായ ഖുർആനിനോട് ചോദിക്കുന്നു, എന്തിനാണ് ജൂതന്മാരോട് ഇങ്ങനെ അള്ളാഹു തആല പറഞ്ഞത്? ജൂതന്മാർ പല യുദ്ധങ്ങൾ നടത്തുമ്പോഴും അവർ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് എതിരാളികളോട് പറയുന്നൊരു വർത്തമാനമുണ്ട്, ഞങ്ങളുടെ വാഗ്ദത്ത പ്രവാചകൻ വരുമ്പോ ആ പ്രവാചകരോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്ത് ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുന്ന അവർ എത്രത്തോളം അവരുടെ മക്കളെ അറിയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് അവർക്ക് ഹബീബായ തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് തൗറാത്തിലെയും ഇഞ്ചയിലെയും സബൂറിലെയും വിവരണങ്ങൾ കൊണ്ട് അവർക്കറിയാമായിരുന്നു ഹബീബായ തങ്ങൾ ആരാണ്, ഹബീബായ തങ്ങളുടെ സ്വഭാവം എന്താണ്, കളർ എന്താണ്, പ്രകൃതി എങ്ങനെയാണ്, പെരുമാറ്റം എങ്ങനെയാണ് എന്നെല്ലാം കൃത്യമായി അറിയുന്നവർ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും വഅന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. തീർച്ചയായും കിതാബ് നൽകപ്പെട്ടവരും വേദഗ്രന്ഥത്തിന്റെ ആളുകൾ അവരുടെ മക്കളെ അറിയുന്നത് പോലെ വരാനുള്ള പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാം. എന്നാൽ വഅന്ന ഫരീഖൻ മിൻഹും ലയക്തുമൂനൽ ഹഖ്ഖ വഹും യഅലമൂൻ. പ്രവാചകർ വന്നപ്പോൾ അവർ സത്യത്തെ മൂടിവെച്ചു, അവർ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ മൂടിവെച്ചു. എന്തിന്റെ പേരിലാണ്? അസൂയയുടെ പേരിലാണ്. അസൂയ വന്നാൽ മനുഷ്യന്റെ പ്രകൃതി മാറി, മനുഷ്യന്റെ സ്വഭാവം മാറി, മനുഷ്യന്റെ പെരുമാറ്റം മാറി, മനുഷ്യന്റെ സംസ്കാരം മാറി, എല്ലാം മാറിപ്പോകുമെന്ന് മഹാന്മാർ. അങ്ങനെ അവസാനം ഖുർആൻ അവരെ ചോദ്യം ചെയ്തു, വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി. ആ പ്രവാചകരെ നിഷേധിക്കുന്ന ആദ്യ ആളുകൾ നിങ്ങൾ അവരുതായിരുന്നു എന്ന് ജൂതന്മാരോട് അല്ലാഹു തആല ശക്തമായ രൂപത്തിൽ പറഞ്ഞു. ഇനി നോക്കൂ പ്രിയമുള്ളവരെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്, എത്ര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളാണ്, എത്ര ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുള്ള ആളാണ്, 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ ആളാണ്. ചെറുപ്രായത്തിൽ മഹാനവറുകൾ മറ്റുള്ള പണ്ഡിതന്മാരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ മസ്അലകൾ കൈകാര്യം ചെയ്ത ആളാണ്. ആ നാട്ടിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഇമാം ശാഫിഈ തങ്ങള് അന്ന് മുത്തഅല്ലിമാണ്. ഒരു വ്യക്തി തന്റെ ഭാര്യയോട് വിദേശത്ത് പോകുന്ന സമയത്ത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുമ്പോൾ നീ 14-ാം രാവിലെ പരിപൂർണ ചന്ദ്രനെ പോലെ ആയില്ലെങ്കിൽ നിന്നെ ഞാൻ 3 തലാഖും ചൊല്ലിയിരിക്കും, നിന്റെ 3 തലാഖും സംഭവിക്കുന്നതാണ് എന്ന് ഈ മനുഷ്യൻ ഭാര്യയോട് പറഞ്ഞിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴും ഭാര്യ അതേപോലത്തെ തന്നെ, മാറ്റമൊന്നുമില്ല. സംഗതി തലാഖ് സംഭവിച്ചു. പണ്ഡിതന്മാരെല്ലാവരും 10 കൊടുത്ത് തലാഖ് സംഭവിച്ചു എന്ന്. ശാഫിഈ ഇമാം മുത്തഅല്ലിമാണ് ഈ വിവരം അറിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, തലാഖ് സംഭവിച്ചു എന്ന് അങ്ങനെ പറയാൻ പറ്റൂല. പണ്ഡിതന്മാർ ശാഫിഈ ഇമാമിനെതിരെ തിരിഞ്ഞു. കാരണം പണ്ഡിതന്മാർ ഖുർആൻ നോക്കിയിട്ടുണ്ട്, ഹദീസ് നോക്കിയിട്ടുണ്ട്, ഇജ്മാ എന്താ നോക്കിയിട്ടുണ്ട്, ഖിയാസ് നോക്കി. ഒന്നിലും ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഒന്നും കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുന്ന മറുപടിയാണ് പരിശുദ്ധമായ ഖുർആനിലെ ഉന്നതമായ സൂറത്തു തീനിലെ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ ഏറ്റവും നല്ല ഭംഗിയോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാണാൻ ഒരുപക്ഷെ നോക്കുമ്പോൾ നമുക്ക് ഭംഗി തോന്നിയില്ലെങ്കിലും 14-ാം രാവിലെ ചന്ദ്രനേക്കാൾ എത്രയോ ഭംഗിയായിട്ടാ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ സ്ത്രീയുടെ ഭംഗി 14-ാം രാവിലെ ചന്ദ്രനേക്കാൾ അപ്പുറത്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ. അങ്ങനെ ത്വലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് അങ്ങനെ ഇൽമുള്ള മഹാനായ ശാഫിഈ ഇമാമ് 14 ഉസ്താദുമാരിൽ നിന്നും 57ഓളം താബിഈങ്ങളിൽ നിന്നും 37-38 സഹാബത്തിൽ നിന്നും പരിശുദ്ധമായ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകള് അവിടുന്ന് വലിയ സ്ഥാനത്താണ്. ഖുറൈശി തറവാട്ടുകാരനാണ്.
അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ തസുബ്ബു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ ചീത്ത പറയരുത്. ഫഇന്ന ആലിമഹാ യംലഉൽ അർള ഇൽമാ, കാരണം അവിടെ ഖുറൈശി തറവാട്ടിൽ നിന്ന് വരുന്ന ഒരു പണ്ഡിതൻ ഭൂമിയിൽ വിജ്ഞാനം കൊണ്ട് ഭൂമിയെ നിറയ്ക്കുന്നതാണ്. ആലോചിക്കൂ, ഇന്ന് ശാഫിഈ ഇമാം നാം ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആളുകളെ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഓരോരുത്തരും ഉള്ളിലേക്ക് വുളൂ ചെയ്ത് കയറിയപ്പോൾ ആ വുളൂഹിന്റെ തത്തുല്യമായ പ്രതിഫലം ശാഫിഈ മദ്ഹബിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന മഹാനായ മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് കിട്ടും, മഹാനവറുകൾക്ക് കിട്ടും. കാരണം എന്താണ്? മഹാനവറുകളാണ് വുളൂഇന്റെ കൃത്യമായ രൂപരേഖ ശാഫിഈ മദ്ഹബിൽപ്പെട്ടവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ഹജ്ജ് ചെയ്യുന്നവർക്ക് ഹജ്ജിന്റെ തത്തുല്യ പ്രതിഫലം, ആ പ്രതിഫലം ഹജ്ജ് ചെയ്യുന്നവരിൽ നിന്നും ഇമാമുനാ ശാഫിഈ തങ്ങൾക്ക് കിട്ടും. 5 വഖ്ത് നിസ്കാരത്തിന്റെ തത്തുല്യമായ പ്രതിഫലം കിട്ടും. അങ്ങനെ ലോകമറിയപ്പെട്ട നബി മറ്റൊരിക്കൽ പറയുകയാണ്, അല്ലാഹുമ്മ ഹ്ദി ഖുറൈശൻ ഫഇന്ന ആലിമഹാ യംലഉ തിബാഖൽ അർളി ഇൽമാ, അല്ലാഹുവേ നീ ഖുറൈശികൾക്ക് നീ ഹിദായത്ത് കൊടുക്കണം റഹ്മാനേ. തീർച്ചയായിട്ടും ഖുറൈശി തറവാട്ടിൽ നിന്നും ഒരു പണ്ഡിതൻ ഭൂമിയുടെ ദിക്കുമുക്കുകളിൽ വിജ്ഞാനം നിറയ്ക്കുവാൻ വേണ്ടി വരുന്നുണ്ടല്ലോ അല്ലാഹ്, അതുകൊണ്ട് നീ അവർക്ക് നീ സ്ഥാനം കൊടുക്കണം റഹ്മാനെ, ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ മുത്തുനബി നല്ല സൂചനയും നൽകിപ്പോയ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. എത്ര പവറാണ് അവരുടെ ജീവിതമൊക്കെ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഹജ്ജൊക്കെ നമുക്ക് പെട്ടെന്ന് ഖുർആനിലും ഹദീസിലും ഒരു 5 മിനിറ്റത്തെ പോലും താമസമില്ലാതെ പെട്ടെന്ന് ഉരുട്ടിയുണ്ടാക്കി തന്നതാണെന്ന്. വല്ല വർഷങ്ങളോളം ഒരു മസാലയ്ക്കൊക്കെ വേണ്ടി വർഷങ്ങളോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കൊണ്ട് തന്നെയാണ് അവിടുന്ന് വിജ്ഞാനം സമൂഹത്തിന് വിതരണം ചെയ്തത്. ദറസെടുക്കുന്ന കാലത്ത് അവിടുന്ന് ഒരു ബേസൻ വെച്ചിട്ട് അതിന്റെ മേലെ ഇരുന്നിട്ടാണ് ദറസെടുത്തത്. കാരണം അവിടത്തേക്ക് പൈൽസിന്റെ അസുഖം ഉണ്ടായിരുന്നു. ബ്ലഡ് വരുമ്പോൾ, ശക്തമായ ബ്ലഡ് ഒഴുകുമ്പോൾ അത് നിലത്തൊന്നും ആവാതിരിക്കാൻ വേണ്ടി പാത്രം വെച്ചിട്ടാ ദറസെടുത്തത്. നാമൊക്കെ ഇന്ന് സുഖജീവിതം നയിക്കാൻ തണുപ്പ് തുപ്പുന്ന റൂമിൽ മൃഷ്ടാന ഭോജനം നടത്തിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ ഇങ്ങനെ ആസ്വദിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശാഫിഈ മദ്ഹബ് എന്ന മഹാമദ്ഹബിനെ തന്ന ഇമാമുനാ ശാഫിഈ തങ്ങളുടെ ചരിത്രമാണ് പറഞ്ഞത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനോട് പോലും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അസൂയ വച്ചിരുന്നുവെന്ന് മഹാന്മാർ. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ അസൂയ വച്ചിരുന്നു. ശാഫിഈ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ശാഫിഈ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ശാഫിഈ ഇമാം റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് മോശമായ രൂപത്തിൽ പറഞ്ഞത് ഇമാം ശാഫിഈ തങ്ങൾ അറിഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, എല്ലാവർക്കും മരണമുണ്ട്, എനിക്കുമുണ്ട് മരണം, പറഞ്ഞ നിങ്ങൾക്കുമുണ്ട് മരണം. നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇതുപോലുള്ള വർത്തമാനം ദയവ് ചെയ്ത് പറയരുതെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ശാഫിഈ ഇമാമിനോട് പോലും അസൂയ വെച്ചവർ എത്ര പണ്ഡിതനാണ്, എത്ര ഉന്നതരാണ്, എത്ര ലക്ഷം ഹദീസ് മനഃപ്പാഠമാണ്, അവരോട് പോലും ഹസദ്, അസൂയ. പിന്നെ നമ്മുടെ കാര്യം പറയണോ? പിന്നെ നമ്മുടെ കാര്യം പറയണോ? അതുകൊണ്ട് നാം സൂക്ഷിക്കണം, അസൂയയെ വളരെ സൂക്ഷിക്കണം. അത് വന്നു പെടാതെ നാം പല അനുഗ്രഹങ്ങളും പലരിൽ നിന്നും മറച്ചു വെക്കേണ്ടി വരും സഹോദരങ്ങളെ. അത് നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കും. അല്ലാഹു അസൂയയിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.